എബ്രായ ലേഖനമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ നാം വന്നിരിക്കുകയാണ്. ഒന്നോ രണ്ടോ ക്ലാസ്സുകളിലൂടെ കഴിയുമ്പോൾ എബ്രായ ലേഖനം അവസാനിക്കും. തുടർന്ന് ഏതാണ് നമുക്ക് പഠിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ല. ആർക്കെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണെങ്കിൽ ചെയ്യാവുന്നതാണ്. 13-ാം അധ്യായത്തിലെ വിഷയം വിശ്വാസത്താൽ ജീവിക്കുന്ന വിശ്വാസ മാർഗക്കാരുടെ ജീവിതത്തിൽ കാണേണ്ടതായ പ്രത്യേകതകളാണ്. പ്രാക്ടിക്കൽ ലൈഫിലുള്ള പല കാര്യങ്ങളാണ് പറയുന്നത്. എങ്കിലും വിശ്വാസത്താൽ നടക്കുന്ന ഒരു ദൈവവേദലിന്റെ വിശ്വാസത്താലാണ് നടക്കുന്നത് എന്നുള്ളതിന്റെ എവിഡൻസ് ആണ്, തെളിവുകളാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. തെളിവുകൾ ഒന്നാമതായി നമ്മൾ ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ചിന്തിച്ചത് ആത്മീയ കൂട്ടായ്മയിൽ സന്തോഷിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. എൻജോയിങ് ദ സ്പിരിച്വൽ ലൈഫ്, അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം 7 മുതൽ 9 വരെയുള്ള വാക്യവും 17, 24 വാക്യങ്ങളും ഒന്നിച്ചാണ് നമ്മൾ പഠിച്ചത്. സബ്മിറ്റിംഗ് ടു സ്പിരിച്വൽ അതോറിറ്റി, ആത്മീയ നേതൃത്വത്തിന് കീഴ്പ്പെടുന്നവരായിരിക്കും വിശ്വാസത്താൽ ജീവിക്കുന്ന ഓരോ ദൈവവേദലും. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. ദൈവമാണ് സഭയിൽ ശുശ്രൂഷകരെ ആക്കി വെച്ചിരിക്കുന്നത്, സഭ കർത്താവിന്റെയാണ്. അപ്പോൾ ആദ്യ ഭാഗം നമ്മൾ ചിന്തിച്ചു 3 കാര്യങ്ങളാണ് സ്പിരിച്വൽ ലീഡർഷിപ്പിനെ കുറിച്ച് ഉണ്ടായിരിക്കേണ്ടത്, ഓരോ വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട റെസ്പോൺസിബിലിറ്റി. 1, അവരെ ഓർക്കണം. 2, 17-ാം വാക്യം അവരെ അനുസരിക്കണം. 24-ാം വാക്യം അവരെ ഗ്രീറ്റ് ചെയ്യണം, വന്ദനം ചെയ്യണം. ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. 3-ാമത്തെ എവിഡൻസ് ആണ് അടുത്തത്. നമുക്ക് അതിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞ ആഴ്ച ഇടയായി തീർന്നു. ആത്മീയ ആരാധന, സ്പിരിച്വൽ വർഷിപ്പ്, അതിൽ സന്തോഷിക്കുക, അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു ദൈവവേദൽ എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. 13-ാം അധ്യായത്തിന്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങള് അതോട് ചേർന്ന് തന്നെ 18, 19 വാക്യങ്ങളും ആ വിഷയത്തെ സംബന്ധിച്ചുള്ളതാണ്. 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. എബ്രായർ 13-ന്റെ 10 മുതൽ 16 വരെയുള്ള വാക്യം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരങ്ങളിലല്ലോ പരിപാലനമത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവരുടെ നാമത്തെ ഏറ്റുപറയുന്ന അതിർവേണ്ട സ്തോത്രയാലും ഇടപെടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വക യാഗങ്ങളിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഇവിടെ ഈ ലേഖനം എഴുതുന്ന സമയത്ത് യെരുശലേമിൽ മനോഹരമായ ദേവാലയമുണ്ട്. വളരെ ആകർഷണീയമായ രീതിയിൽ ദൈവം പഴയ നിയമത്തിൽ കൽപ്പിച്ച യാഗങ്ങൾ അർപ്പിക്കുന്ന പുരോഹിത ശ്രേഷ്ഠന്മാരുണ്ട്, മഹാപുരോഹിതനുണ്ട്. ഇവരെല്ലാം ഉള്ള സമയത്ത് ആണ് ഈ ലേഖനം എഴുതിയത്. എന്നാൽ ഈ ലേഖനത്തിന്റെ ചുരുക്കം ഇതാണ്: ഓൾഡ് കവണന്റ് മാറിപ്പോയി, പഴയ നിയമം മാറിപ്പോയി. പഴയ നിയമ യാഗങ്ങൾ, പഴയ നിയമത്തിലെ പ്രമാണങ്ങൾ ഒക്കെ നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിലേക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. കർത്താവായ യേശുക്രിസ്തു എന്നേക്കും ഒരിക്കലായി യാഗമായി തീർന്നതുകൊണ്ട് ഇനിയും ദേവാലയത്തിന് പ്രസക്തിയില്ല, പൗരോഹിത്യത്തിന് പ്രസക്തിയില്ല. നമ്മൾ പഠിച്ചതല്ല അതാണ്. മോശയേക്കാൾ വലിയവൻ, അഹരോനേക്കാൾ വലിയവൻ, എല്ലാ മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ എന്നേക്കുമുള്ള പുരോഹിതൻ അഹരോന്യ ക്രമത്തിലുള്ള പുരോഹിതനല്ല, അല്ലാതെ ദൈവം നേരിട്ട് ആക്കി വെച്ച ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുക്രിസ്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും അതിനൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. എങ്കിലും ഈ ദേവാലയം അവിടെ നിൽക്കുന്നിടത്തോളം ഈ ദേവാലയത്തിൽ നിന്ന് യേശുവിന്റെ മാർഗത്തിലേക്ക് വന്നവർക്ക് കുറെ കാലം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹം തോന്നി. എന്നാൽ യേശുവിന്റെ മാർഗമാണ് ശരിയായ മാർഗമെന്ന് ഉദ്ബോധിപ്പിക്കാനാണ് ഈ ലേഖനം എഴുതിയത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, ഒരു കാലത്ത് വലിയ പള്ളികളിലും പള്ളിക്കെട്ടിടങ്ങളിലും വലിയ ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചിരുന്നവർ, അതൊന്നുമില്ലാത്ത ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഓല കെട്ടിയ ഷെഡിലൊക്കെ പെന്തക്കോസ്തുകാരുടെയോ വേർപാടുകാരുടെയോ ആരാധനയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവരേൽക്കുന്ന പരിഹാസങ്ങൾ പലവിധമുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന മിക്കവരും ഒരിക്കലല്ലെങ്കിൽ വേറൊരിക്കൽ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പള്ളിയിലല്ലോ, പട്ടക്കാരില്ലല്ലോ. ഇതെല്ലാം പറയുമ്പോഴും
സത്യം അറിയുന്ന ഒരു ദൈവത്തിൽ അറിയാൻ ഈ പള്ളിയും പട്ടക്കാരും കൊണ്ട് അർത്ഥമൊന്നുമില്ല. കാരണം യേശുക്രിസ്തുവാണ് യഥാർത്ഥമായ ദേവാലയം, യേശുക്രിസ്തുവാണ് യഥാർത്ഥ പുരോഹിതൻ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നവർക്ക് അതിലൊരു പ്രയാസമില്ല. ഇതുപോലെയാണ് എബ്രായ ക്രിസ്ത്യാനികൾ അന്ന് ആയിരുന്നത്. ദേവാലയം കൊണ്ട് കാര്യമില്ല, അവിടുത്തെ ആചാരങ്ങൾ കൊണ്ട് കാര്യമില്ല, യാഗങ്ങൾ കൊണ്ട് കാര്യമില്ല. ഇതെല്ലാം യേശുക്രിസ്തുവിൽ നിറവേറി കഴിഞ്ഞിരിക്കുന്നു, ഇതെല്ലാം നിഴലായിരുന്നു എന്നാണ് ലേഖനകാരൻ സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോൾ ഈ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നമുക്കൊരു യാഗപീഠമുണ്ട്, നമുക്കൊരു ആൾട്ടറുണ്ട്. നമുക്ക് 10-ാം വാക്യത്തിൽ കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്തൊരു യാഗപീഠം നമുക്കുണ്ട്. ഒരു യാഗപീഠം നമുക്കുണ്ട്. യാഗപീഠം എന്ന് നാം മലയാളത്തിൽ വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ആൾട്ടർ എന്നാണ്. പഴയ നിയമ ആരാധനയിൽ പ്രത്യേകിച്ച് സമാന കൂടാരത്തിൽ 2 ആൾട്ടറുകളെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഒന്ന് ബ്രേസൻ ആൾട്ടർ, താമ്ര യാഗപീഠം. അത് മൃഗങ്ങളെ യാഗമർപ്പിക്കുന്നതാണ്. പാപപരിഹാരത്തിന് വേണ്ടി ദൈവസനയിൽ പ്രായശ്ചിത്തമായി അർപ്പിക്കുന്നതാണ്. അത് യേശുക്രിസ്തുവിൽ നിറവേറി കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ പലപ്പോഴും ലേഖനകാരൻ പറഞ്ഞിട്ടുണ്ട്, അത് പരമയാഗമായിരുന്നു യേശുവിന്റെ യാഗം. ഇനി ഈ യാഗത്തിന്റെ ആവശ്യമില്ല. പഴയ യാഗം അതിൽ തന്നെ പെർഫെക്റ്റ് അല്ലായിരുന്നു. യാഗം കഴിക്കും, പിറ്റേ മാസവും അല്ലെങ്കിൽ പിറ്റേ വർഷവും കഴിക്കും. അപ്പോൾ ഒരു പൂർണ്ണ സംതൃപ്തി വരുത്തുവാൻ കഴിയാതെ അതിൽ തന്നെ പൂർണ്ണതയില്ലാതെയായി തീർന്നിരിക്കുമ്പോൾ യേശുക്രിസ്തു കഴിച്ച ശരീരയാഗത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവളുടെ ആ യാഗപീഠത്തിന്റെ പ്രസക്തി പോയി. വേറെ ഒരു ആൾക്കാർ എന്ന് പറയുന്നത് ധൂപപീഠമാണ്, ദ ഗോൾഡൻ ആൾക്കാർ. അത് പരിശുദ്ധ സ്ഥലത്താണ് അത് കാണുവാനായി സാധിക്കുന്നത്. ഗോൾഡൻ ആൾട്ടർ അല്ലെങ്കിൽ ആ ധൂപപീഠം, ആ പീഠം എന്തിനു വേണ്ടിയാണ്? വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ്. സങ്കീർത്തനത്തിൽ തന്നെ അത് വായിക്കുന്നുണ്ട്. പഴയ നിയമ പ്രമാണമുള്ള സമയത്ത് തന്നെയാണ് സങ്കീർത്തനം എഴുതിയത്. 141-ാമത്തെ സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അത് യാഗം, പ്രാർത്ഥന ഒരു ധൂപമായി ദൈവസന്നിധിയിൽ ചെല്ലുവാൻ തക്കൊണ്ട് ഇടയായി തീരും. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. അക്ഷരികമായ പ്രമാണമുള്ള സമയത്ത് തന്നെയാണ് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത്. ഈ ധൂപപീഠത്തിന്റെ ഉദ്ദേശം പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥനയ്ക്ക് നിഴലായിട്ടുള്ളതാണ്. ദൈവത്തെങ്കിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കുന്നത് സന്ധ്യായാഗമാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 ആൾട്ടറിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പീഠത്തെ കുറിച്ചാണ്, യാഗപീഠത്തെ കുറിച്ചാണ് ഇവിടെ അന്നത്തെ വിശ്വാസികൾ ഓർക്കുന്നത്. എന്നാൽ അവിടേക്ക് ഇനി നമ്മൾ പോകണ്ട എന്നാണ് ലേഖനകാരൻ സമർപ്പിച്ചത്. ഇത് പൗലോസായിരിക്കും എഴുതിയതെന്ന് പൊതുവെ കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നു. എന്നാൽ ലേഖനകാരൻ പറയാണ്, നമുക്കൊരു യാഗപീഠമുണ്ട്. ഇത് ഈ ലോകത്തിലുള്ള യെരുശലേമിൽ നിൽക്കുന്ന ആലയത്തിലുള്ള ആ യാഗപീഠം പോലെയല്ല, ആ ആൾട്ടർ പോലെയല്ല. ആ യാഗപീഠവുമായി കമ്പയർ ചെയ്ത് ഇവിടെ ലേഖനകാരൻ ഓർപ്പിക്കുകയാണ്. അവിടെ പറയുകയാണ്, കൂടാരത്തിൽ രക്തം കൊണ്ടുപോകുന്ന, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. ലേവ്യാപുസ്തകം 16-ാം അധ്യായം നമ്മൾ വായിച്ചാൽ ഇസ്രായേൽ മക്കളുടെ എല്ലാം പാപങ്ങൾ, ഒരു വർഷത്തെ പാപങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്ന ഒരു ദിവസമായിരുന്നു മഹാപാപപരിഹാര ദിവസം. മഹാപാപപരിഹാര ദിവസം അവര് ഇസ്രായേൽ ജനത്തിന്റെ എല്ലാം പാപങ്ങളെ ചുമത്തി ഒരു കുഞ്ഞാടിനെ യാഗമായി അർപ്പിക്കുന്നു. അതിന്റെ രക്തം തിരുനിവാസത്തിന്റെ അടുക്കൽ കൊണ്ടുപോകുന്നു. സാധാരണ അല്ലാത്ത മിക്ക യാഗങ്ങളുടെയും യാഗം അർപ്പിക്കുമ്പോൾ അതിന്റെ മാംസം പുരോഹിതന് അവകാശപ്പെട്ടതാണ്. എന്നാൽ ഈ പാപയാഗമായി അർപ്പിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ എല്ലാം മഹാപാപരിഹാര ദിവസം അർപ്പിക്കുന്ന രക്തം തിരുനിവാസത്തിന്റെ അടുക്കൽ കൊണ്ടുപോകുന്ന ആ പാപപരിഹാര യാഗത്തിന്റെ ഒരു അവകാശവും ആർക്കുമില്ല. അതിൽ നിന്ന് അതിന്റെ തോലോ അതിന്റെ മാംസമോ ഒന്നും തന്നെ എടുക്കുവാനായിട്ട് കഴിയുകയില്ല. നാം ലേവ്യ പുസ്തകത്തിൽ അത് വായിക്കുന്നുണ്ട്. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവിടെ അതിനെ മുഴുവനായി പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി ദഹിപ്പിക്കണമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്നും എടുക്കുവാനായിട്ട് പുരോഹിതന് അവകാശമില്ല. അപ്പോൾ നമുക്ക് അതുപോലെ കമ്പയർ ചെയ്ത് ലേഖനകാരൻ പറയുകയാണ്, അതുപോലെ നമുക്കൊരു യാഗപീഠമുണ്ട്. ഇവിടെ പറയുന്ന പുതിയ നിയമ അല്ലെങ്കിൽ ന്യൂ കവണന്റിന്റെ ആൾട്ടാർ എന്ന് പറയുന്നത്, പീഠം എന്ന് പറയുന്നത്, യാഗപീഠം
അല്ലെങ്കിൽ ധൂപപീഠം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്ക് അക്ഷരീകമായി ഫിസിക്കലായി ഒരു യാഗപീഠമില്ല. നമുക്ക് വേണമെങ്കിൽ മറ്റാളുകൾ ചെയ്യുന്ന പോലെ ഒരു പ്രത്യേക സ്ഥലമൊക്കെ വേർതിരിക്കാം. വിശുദ്ധ സ്ഥലം പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മദ്ബഹ എന്നൊക്കെ പറയുന്ന സ്ഥലം. എന്നാൽ ബിബ്ലിക്കലായി അതിനൊരു പ്രസക്തിയുമില്ല. ബിബ്ലിക്കലായി അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. സ്പിരിച്വലായി ഉള്ളതായ യാഗമാണ് ദൈവം അംഗീകരിക്കുന്നത്. ഇവിടെ നാം കേട്ടുകൊണ്ടിരുന്ന പോലെ യേശു ക്രിസ്തു ഒരിക്കലായി യാഗാർപ്പണം നമുക്ക് വേണ്ടി ചെയ്തതുകൊണ്ട് അവൻ തന്നെയാണ് നമ്മുടെ ആൾക്കാർ. യേശു ക്രിസ്തു മുഖാന്തരമായിട്ടാണ് ദൈവത്തിന് യാഗം അർപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നത്. ഇതിന്റെ 15-ാം വാക്യം അതാണ് പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം ഒന്ന് സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അപ്പോൾ യാഗം അർപ്പിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. എന്നാൽ ഒരു യാഗപീഠത്തിന്മേലല്ല, ഒരു പ്രത്യേക പരിശുദ്ധ സ്ഥലത്തല്ല, യേശുക്രിസ്തു മുഖാന്തരം, അവൻ മുഖാന്തരം യാഗം അർപ്പിക്കുവാൻ നമുക്ക് അവകാശം ലഭിച്ചിരിക്കുന്നു. പത്രോസിന്റെ ലേഖനത്തിലും പത്രോസ് ഇത് തന്നെയാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, 1 പത്രോസ് 2:5 ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ യാഗം ദൈവം സ്വീകരിക്കുന്ന യാഗപീഠം അക്ഷരികമായി ഉള്ളത് കൊണ്ടല്ല, ഒരു പ്രത്യേക സ്ഥലം നാം വേർതിരിച്ചത് കൊണ്ടല്ല, യേശുക്രിസ്തു മുഖാന്തരമായിട്ടാണ് ദൈവമായി യാഗം അംഗീകരിക്കുന്നത്. യേശുക്രിസ്തു മുഖാന്തരമായിട്ടാണ് ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ ആ യാഗം അർപ്പിക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവാണ് കാരണമായി തീർന്നിരിക്കുന്നത്. നമ്മുടെ ഭൗതികമായ വസ്തുക്കളും അവൻ സ്വീകരിക്കും. നമ്മുടെ ഭൗതികമായ വിഷയങ്ങളും യാഗമായി ദൈവം അംഗീകരിക്കും. എന്നാൽ ഇതെല്ലാം അംഗീകരിക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരമായി മാത്രമാണ്, അല്ലാതെ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു യാഗപീഠം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ യാഗം, നമ്മുടെ ആരാധന ദൈവം സ്വീകരിക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരമായിട്ടാണ്, യേശുക്രിസ്തുവിലൂടെയാണ് എന്ന് നമുക്ക് കാണുവാൻ തക്ക ഇടയായിത്തീരുന്നു. ഇവിടെ ആത്മീയ യാഗം എന്ന് പറയുമ്പോൾ, സ്പിരിച്വൽ വർഷിപ്പ് എന്ന് പറയുമ്പോൾ ഭൗതികമായി നാം കൊടുക്കുന്നത് അതിനകത്ത് ചേരുന്നതാണ്. നമുക്ക് പരിചയമുള്ള വാക്യമാണ് റോമർ 12:2 വാക്യം: ദൈവത്തിന് ജീവനും പ്രസാദമുള്ള യാഗമായി എന്തോ സമർപ്പിക്കണമെന്നായിരിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങൾ. അത് ഫിസിക്കലായിട്ടുള്ളതാണ്, അക്ഷരികമായിട്ടുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം നാം നമ്മെ തന്നെ കൊടുക്കുമ്പോൾ നമ്മുടെ ഭൗതിക വസ്തുക്കളും ഈവൻ നമ്മുടെ ശരീരം പോലും സ്പിരിച്വൽ വർഷിപ്പാണ്, അത് ആത്മീയ യാഗമായി തീരുന്നു. അപ്പോൾ നമ്മുടെ യാഗപീഠം കർത്താവായ യേശുക്രിസ്തുവാണ് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ എംബസിസ്, ഇവിടെ പ്രത്യേകമായി ഊന്നി പറയുന്ന വിഷയം യാഗപീഠമല്ല, അതിലൊക്കെ ഉപരിയായി റിലീജിയനിൽ നിന്നുള്ളതായ ഒരു സെപ്പറേഷനെ കുറിച്ചാണ് പറയുന്നത്. മരിച്ചതായ അല്ലെങ്കിൽ ജീവനില്ലാത്ത മത സംഹിതയിൽ നിന്ന്, ആചാരങ്ങളിൽ നിന്ന്, അഹരോന്യ പൗരോഹിത്യത്തിൽ നിന്ന് വേർപെടുന്ന കാര്യമാണ് പറയുന്നത്. എന്താണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്? പഴയ നിയമത്തിലെ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. 12-ാം വാക്യം: അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. ആ മഹാപരിഹാര ദിവസം ഇസ്രായേൽ ജനത്തിന്റെ എല്ലാം പാപത്തിന്റെ പരിഹാരമായി അർപ്പിക്കുന്നതായ ആ യാഗമൃഗത്തെ മുഴുവനായി പാളയത്തിന് പുറത്തു വെച്ച് ദഹിപ്പിച്ചു കളയുന്നത് പോലെ നമ്മുടെ എല്ലാം പാപത്തിന്റെ പരിഹാരമായി യേശുക്രിസ്തു യാഗമായി തീർന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രസ്താവിച്ചിരിക്കുന്നത് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് നാം ഇസ്രായേലിൽ ചെന്നാൽ ഹോളിലാൻഡ് വിസിറ്റ് ചെയ്താൽ അവിടെ 2 കല്ലറകളുണ്ട്. ഒന്ന് സിറ്റിക്കുള്ളിൽ തന്നെയാണുള്ളത്. അത് കത്തോലിക്കരും അതുപോലുള്ളതായ ഗ്രീക്ക് ഓർത്തഡോക്സുകാരും എല്ലാം അതിന്റെ അവകാശം പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവര് പറയുന്നു കർത്താവായ യേശുക്രിസ്തുവിനെ ഇവിടെയാണ് അടക്കിയത് എന്നാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ഇത് കുസ്തന്തീനോസിന്റെ കാലത്ത് കുസ്തന്തീനോസിന്റെ അമ്മ ഈ യെരുശലേമിൽ വന്നപ്പോൾ അവിടെ ഒരു കുരിശ് കിടക്കുന്നത് കണ്ടിട്ട് ഇത് യേശുവിനെ ക്രൂശിച്ച്
ക്രൂശാണെന്ന് പറഞ്ഞ് എടുത്തു വെച്ച് അതിനടുത്തുള്ള ഒരു സ്ഥലവും കണ്ടുപിടിച്ച് ഇത് കല്ലറയാണ് എന്ന് സ്ഥാപിച്ചതാണ് എന്നാണ് അവിടെയൊക്കെ ചെന്നാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നാം ഓർത്തിരിക്കേണ്ടത്, ഇന്ന് യെരുശലേമിലോ അല്ലെങ്കിൽ പലസ്തീൻ നാട്ടിലോ പോയാൽ ഒരു സ്ഥലവും അതിന്റെ ഒറിജിനാലിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. അവിടെ ക്രൂസൈഡേഴ്സ്, അതുപോലെ തന്നെ ടർക്കികള്, തുർക്കികള്, മുസ്ലിങ്ങള് ഇവരെല്ലാം കയ്യേറി ഇതിനെല്ലാം ഒരുപാട് നാശനഷ്ടങ്ങളും ഒരുപാട് വ്യത്യാസങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഗസ് ചെയ്താണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശ്വസനീയമായിട്ടുള്ളതാണ്. എന്നാൽ യെരുശലേം സിറ്റിക്ക് വെളിയിൽ ഒരു കല്ലറയുണ്ട്. അതെന്ന് നാം പോയിട്ടുള്ളവർക്കറിയാം, ഗാർഡൻ ടോംബ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഏത് ഗൈഡിന്റെ കൂടെ നമ്മൾ പോകുന്നതിനനുസരിച്ചിരിക്കും. അവിടെ പോയ പലരും ഈ ഗാർഡൻ ടോംബ് കണ്ടേയില്ല. നഗരത്തിനുള്ളിലുള്ള പോലീസ് സെക്കൽപ്പർ എന്ന് പറയുന്ന ആ സ്ഥലമാണ് കാണുവാനിടയായിട്ട്. എന്നാൽ ഈ ബ്രിട്ടീഷുകാരെ രക്ഷിക്കപ്പെട്ട വിശ്വാസികളായ ചിലർ യെരുശലേമിൽ വന്നിട്ട് അവരിത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി യേശുക്രിസ്തു ഇവിടെ അല്ല, യേശുക്രിസ്തുവിന്റെ ശരീരം ഇവിടെ അല്ല അടയ്ക്കുകയാണ്. അവരതിനെ കുറിച്ച് സെർച്ച് ചെയ്യുവാൻ തുടങ്ങി. ആർക്കിയോളജിസ്റ്റുകൾ, അവര് ഭൂഗർഭ ഗവേഷകന്മാര് പല ഭാഗങ്ങളൊക്കെ കുഴിച്ചെടുത്ത് അതിനെക്കുറിച്ച് പരിശോധിക്കുവാൻ ഒക്കെ ഇടയായി തീർന്നു. നമ്മളൊക്കെ സുവിശേഷത്തിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്. യോഹന്നാൻ 19:20 വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നു, യോഹന്നാൻ 19:20 എഴുതിയിരിക്കുന്നു, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് നഗരത്തിന് സമീപമാകിയാലെന്നാണ് ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നഗരത്തിന്റെ ഉള്ളിലല്ല, യെരുശലേം വോളിന്റെ ഉള്ളിലല്ല യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത്, നഗരത്തിന് സമീപത്താണ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ അവിടെ പരിശോധിച്ചപ്പോൾ അവരിങ്ങനെ എക്സ്കവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചത് ഒരു മനോഹരമായ തോട്ടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിച്ചു. അത് ജോസഫിന്റെ തോട്ടമാണെന്ന് അവർക്ക് മനസ്സിലാക്കി. അങ്ങനെ അതിന്റെ സമീപത്ത് തന്നെ ഒരു വലിയ മലയൊന്നും അല്ല, ഉയർന്ന മലയുണ്ട്. അതിപ്പോഴും ബസ് സ്റ്റാൻഡിന് വേണ്ടി വെട്ടിയെടുത്ത ഭാഗം ദൂരം നോക്കിയാൽ ഒരു തലയോട്ടി പോലെയാണ് അതിനെ കാണുവാനായി സാധിക്കും. തലയോടിയുടെ എന്ന അർത്ഥമുള്ള ഗോൽഗോഥ എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇതിനടുത്താണ്, ഇവിടെയാണ് യേശുവിനെ അടക്കിയത് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവര് കല്ലറ കുഴിച്ചെടുത്തു, കണ്ടുപിടിച്ചു. അത് പണി മുഴുവൻ ഫിനിഷ് ചെയ്യാത്ത ഒരു കല്ലറ, അതാണ് യേശുക്രിസ്തുവിന്റെ കല്ലറ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മളവിടെ ചെന്നാൽ അവിടെ രക്ഷിക്കപ്പെട്ട ഗൈഡ്സ് ആണുള്ളത്. സാധാരണ നമ്മളോട് വരുന്ന ഗൈഡ്സിന് അകത്ത് വരാമെങ്കിലും അവിടെ ഒന്നും പറയാനായിട്ട് അവർക്ക് അവകാശമില്ല. എന്നാൽ ഇവര് പറയുന്ന പല കാര്യങ്ങളുണ്ട്. അവര് യേശുക്രിസ്തു നഗരത്തിന്റെ ഉള്ളിൽ വെച്ചല്ല ക്രൂശിക്കപ്പെട്ടത്, നഗരത്തിന് വെളിയിലാണ്. അതുകൊണ്ട് നഗരത്തിന്റെ ഉള്ളിൽ കാണുന്ന ആ കല്ലറയല്ല യഥാർത്ഥ യേശുവിനെ അടക്കി കല്ലറ എന്നുള്ളതിന് തെളിവായി അവർ ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിരത്തും. ഈ എബ്രായ ലേഖനത്തിലെ ഈ വാക്യവും നഗരവാതിൽ പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു എന്നുള്ളതും അവര് മനസ്സിലാക്കി തരും. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പോയ സമയങ്ങളിലെല്ലാം കേട്ടിട്ടുള്ളതാണ്. അതെല്ലാം പറഞ്ഞേച്ച് അവര് പറയും ഡസന്റ് മാറ്റർ, ഇത് വിഷയമാകുന്നില്ല. യേശുവിനെ അടക്കിയത് അവിടെയാണോ ഇവിടെയാണോ എന്നുള്ളതല്ല വിഷയം. യേശു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു, അതാണ് അവർ പറയുന്നത്. എന്നിട്ട് അവർ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയും. അപ്പോൾ അടക്കിയത് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും അത് എവിടെയായിരുന്നാലും അതല്ല വലിയ വിഷയം. യേശു ഇന്നും കല്ലറയിൽ അടക്കപ്പെട്ടവനല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇന്നും ജീവിക്കുന്നു. ആ യേശുവിലൂടെയാണ് രക്ഷ എന്നുള്ള സുവിശേഷം അവരവിടെ പ്രസ്താവിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്, കർത്താവ് നഗരവാതിലിന് പുറത്തു വെച്ചാണ് കഷ്ടം അനുഭവിച്ചത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു, ആകിയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇസ്രായേൽ മക്കളോട് അല്ലെങ്കിൽ യൂദന്മാരോട്, എബ്രായ ക്രിസ്ത്യാനികളോട് പാളയത്തിന് പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഔട്ട്സൈഡ് ദ ക്യാമ്പ്, ഇൻസൈഡ് ദ ക്യാമ്പ് അല്ലെങ്കിൽ ക്യാമ്പ് എന്ന് പറയുന്നത് യെരുശലേമിനെയാണ്. നമുക്കറിയാം ഇന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ അധികമായി യൂദന്മാര് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ പ്രമോദമാണ് യെരുശലേം നഗരം എന്ന് പറയുന്നത്. ആ യെരുശലേം നഗരത്തിൽ പാർക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവര്. കർത്താവ് ലോകമെല്ലാം പോയി സുവിശേഷം അറിയിക്കണമെന്ന് ഈ അപ്പോസ്തല പിതാക്കന്മാരോടൊക്കെ പറഞ്ഞെങ്കിലും അവര് യെരുശലേമിൽ തന്നെ അങ്ങ് ഇരുന്ന് യെരുശലേമിനോടുള്ള സ്നേഹം കൊണ്ടാണ്. പിന്നെ പരിശുദ്ധാത്മ ഇടപെട്ട് അപ്പോസ്തലന്മാര് പോലും അല്ല, സാധാരണക്കാരായ ആളുകളാണ് ചെതറിപ്പോയത്. ഉപദ്രവമൊക്കെ കൊടുത്താണ് ഇവരെ ചെതറിക്കുമെന്നൊക്കെ ഇടയായിട്ടത്. അങ്ങനെ യെരുശലേം എന്ന് പറഞ്ഞാൽ അവർക്ക് അതുപോലെ ജീവനാണ്, അതുപോലെ പ്രാധാന്യമേറിയതാണ്. എന്നാൽ ലേഖനകാരൻ പറയുകയാണ് ഈ യെരുശലേം ഒരു വിഷയമല്ല. ഈ
ദേവാലയം ഒരു വിഷയമല്ല. യേശുക്രിസ്തുവാണ് നമ്മുടെ ദേവാലയം. യേശുക്രിസ്തുവാണ് നമ്മുടെ യാഗപീഠം. യേശുക്രിസ്തുവിന് യെരുശലേമിൽ സ്ഥാനമില്ലായിരുന്നു. യേശുക്രിസ്തുവിന് യഹൂദ മതത്തിൽ സ്ഥാനമില്ലായിരുന്നു. അവൻ വെളിയിലാണ്, പാളയത്തിന് പുറത്താണ്. അതുകൊണ്ട് ദൈവമക്കളെ, സഹോദരി സഹോദരന്മാരെ, അതുകൊണ്ട് നിങ്ങൾ ഈ യാഗപീഠത്തെ കുറിച്ചോ ആലയത്തെ കുറിച്ചോ യെരുശലേമിനെ കുറിച്ചോ ഒന്നും ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കേണ്ട. നമ്മുടെ കർത്താവ് പുറത്താണ്. കർത്താവിന്റെ അടുക്കൽ ചെല്ലണം. അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലണം എന്നാണ് ലേഖനകാരൻ അവരോട് പറയുന്നത്. അതുപോലെ യെരുശലേമിന് വെളിയിൽ അല്ലെങ്കിൽ പാളയത്തിന് വെളിയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വേർപാട്, സെപ്പറേഷൻ. ഇന്ന് ദൈവസഭയ്ക്കുള്ളിൽ ഇല്ലാത്ത വിഷയം അതാണ്, വേർപാടെന്ന് പറയുന്നത്. മറ്റ് ഒരു കാലത്ത് വിട്ടിട്ടു പോകുന്നതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഇന്ന് വേർപെട്ട സമൂഹങ്ങളിൽ വന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നും അന്നും വേദപുസ്തകം അതുപോലെ നമുക്ക് ആവശ്യമായ രീതിയിൽ പ്രബോധിപ്പിച്ചിരിക്കുന്നത് യേശുവിന്റെ സ്ഥാനം എവിടെയാണോ അവിടെയാണ് നാം പോകേണ്ടത്. ആ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലണം. പാളയത്തിന് പുറമെന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള സ്ഥലമാണ്? ലേവ്യാപുസ്തകം നമ്മൾ വായിച്ചാൽ 13-ാം അധ്യായം 46-ാം വാക്യം, ലേവ്യ 13:46 വായിക്കുന്നു, ഒരുവന് കുഷ്ഠരോഗം ഉണ്ടായാൽ അവനെ പിന്നെ പാളയത്തിൽ പാർപ്പിക്കാൻ പാടില്ല. കുഷ്ഠം എന്ന് പറയുന്നത് വളരെ ഏറ്റവും പ്രയാസകരമേറിയ ഒരു രോഗമായിട്ടാണ് പഴയ നിയമം ചിത്രീകരിക്കുന്നത്. പഴയ നിയമത്തിൽ കുഷ്ഠരോഗം എന്ന് പറയുന്നത് പാപത്തിന് നിദർശനമായിട്ടുള്ളതാണ്. അവർ കുഷ്ഠരോഗി ആയി തീർന്നാൽ അവന് കുഷ്ഠമാണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ പിന്നെ അവന് അകത്ത് പാർക്കാൻ കഴിയില്ല, അവന്റെ വീട്ടിൽ പാർക്കാൻ കഴിയത്തില്ല. അവന് സിറ്റിക്ക് വെളിയിൽ പാളയത്തിന് പുറത്ത് വേണം അവൻ പാർക്കുവാനായിട്ട്. അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ആരെങ്കിലും കാണുമ്പോൾ അവൻ നടക്കേണ്ടത്. അവൻ തല മൂടി അവന്റെ വായ് കവർ ചെയ്തുകൊണ്ടാണ് എപ്പോഴും ഒരു കുഷ്ഠരോഗി നടക്കുന്നത്. അങ്ങനെ ആളുകൾ പോകാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ആർക്കും താമസിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്താണ് ഇപ്പോൾ ആരായിരിക്കുന്നത്? യേശുക്രിസ്തു ആയിരിക്കുന്നത്. അവൻ നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. പാളയത്തിന് പുറത്താണ് യേശു നിൽക്കുന്നത്. കുഷ്ഠരോഗിയുടെ സ്ഥാനം അവിടെയാണ്. ലേവ്യ 24:14 ദൈവദൂഷണം പറയുന്ന ഒരു മനുഷ്യനെ കണ്ടുപിടിച്ചു. അപ്പോൾ ആ മനുഷ്യനെ എന്ത് ചെയ്യണമെന്നുള്ളത് ദൈവസന്നിധിയിൽ വെച്ചപ്പോൾ മോശയ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോകണം, അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. അപ്പോൾ കുഷ്ഠരോഗി കിടക്കുന്നിടമാണ് പാളയത്തിന് പുറം. ദൈവദൂഷണം പറയുന്ന, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവത്തിന്റെ ശാപവും ശിക്ഷയും ഏൽക്കുവാൻ യോഗ്യതയുള്ള ആള് കിടക്കുന്നിടമാണ് പാളയത്തിന് പുറം എന്ന് പറയുന്നത്. ഇനിയും ശാപത്തിൽ ഒരാൾ വിറവ് പിറക്കുന്നത് കണ്ടു. ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് ദൈവത്തിന്റെ കൽപ്പന ഉണ്ടായി. ശിക്ഷിക്കപ്പെടുന്നവരെ, ശിക്ഷ കേൾക്കുവാൻ യോഗ്യരായവരെ, അശുദ്ധരായവരെ, ദൈവത്തെ ദുഷിക്കുന്നവർ, ഇവരൊക്കെ കിടക്കുന്ന സ്ഥലമാണ് പാളയത്തിന് പുറം. ഇന്ന് ദൈവം കൽപ്പിച്ചാക്കിയ പ്രമാണങ്ങൾ അനുസരിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം ജനം തന്നെ യേശു കർത്താവിനെ, ദൈവത്തിന്റെ പുത്രനെ അവർ തള്ളിക്കളഞ്ഞു. ആ യേശു കർത്താവ് നിൽക്കുന്ന പാളയത്തിന് പുറത്താണ്. അതുകൊണ്ട് എബ്രായ ക്രിസ്ത്യാനികളോട് ലേഖനകാരൻ പറയുന്നതിന് ചുരുക്കം ഇതാണ്: ഈ പാളയത്തിന്റെ ഉള്ളിലല്ല നിങ്ങൾ പാർക്കേണ്ടത്. യെരുശലേമല്ല നിങ്ങളുടെ വിഷയം, ദേവാലയമല്ല നിങ്ങളുടെ വിഷയം, യാഗപീഠമല്ല വിഷയം. നമുക്കൊരു യാഗപീഠമുണ്ട്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ നിൽക്കുന്ന പാളയത്തിന് പുറത്താണ്, അവൻ നഗരത്തിന് പുറത്താണ്. നിന്നയുടെ മാർഗമാണ്, റിപ്രോച്ചിന്റെ മാർഗമാണ്, അത് മറ്റുള്ളവർ പരിഹസിക്കുന്ന മാർഗമാണ്. അതാണ് യേശുക്രിസ്തുവിന് വേണ്ടി, യഥാർത്ഥ കർത്താവിന്റെ മാർഗത്തിന് വേണ്ടി നിന്ന ഏൽക്കുവാനും പരിഹാസം ഏൽക്കുവാനും ഒരു ദൈവവേദന മടിക്കാത്തതിന്റെ കാരണം. ഇന്ന് നമുക്ക് വളരെ സൗകര്യമായ ഒരു സമയത്താണ് നാം വന്നിരിക്കുന്നത്. എന്നാൽ നാം അതിനെ ഭയത്തോടുകൂടെ വേണം കാണുവാനായി. വേദപുസ്തകം 1-ാം നൂറ്റാണ്ട് പോലും നോക്കുമ്പോൾ ഈ സത്യമാർഗത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവര് നിന്നയോ പെർസിക്യൂഷനോ ഉപദ്രവോ ഒക്കെ ഒത്തിരി സഹിച്ചവരാണ്. ഇതൊന്നുമില്ലാതെ നമുക്ക് ലോകത്തോട് ഒരു കോംപ്രമൈസിൽ സന്തോഷമായിട്ട് പോകാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നാം ഒന്ന് ആഴമായി ചിന്തിക്കണം. എവിടെയോ ഡേഞ്ചറസ് വന്നിട്ടുണ്ടെന്ന്. യഥാർത്ഥമായി ഭക്തിയോട് യേശുവിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ നിന്നയോ പരിഹാസമോ ഉപദ്രവമോ ഒക്കെ വരാം. അത് ഏറ്റിട്ടുള്ളവരൊക്കെ അതിന്റെ നടുവിൽ ധൈര്യമായി നിന്നിട്ടുണ്ട്. യഥാർത്ഥമായി സത്യത്തിന് വേണ്ടി
ഇറങ്ങി പുറപ്പെട്ടവർ, സത്യം അറിഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെട്ടവർ എത്ര നിന്ന വന്നാലും പോവുകയില്ല. കാരണം ഈ നിന്ന സഹിച്ച് യേശുവിന്റെ അടുക്കലേക്കാണ് പോകുന്നത്. യേശു അവിടെ ഉള്ളത് കൊണ്ടാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ കുഷ്ഠരോഗികൾ കിടക്കുന്നിടമായ അല്ലെങ്കിൽ ശപിക്കപ്പെട്ടവർ കിടക്കുന്നതുമായ ആ പാളയത്തിന് പുറത്തേക്ക് പോകാൻ ആരും ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ പോകാനായി നമ്മെ പ്രേരിപ്പിക്കുന്ന മറ്റൊന്നുമല്ല, യേശു കർത്താവ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി നിന്ന് സഹിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി എന്തുമായി തീരുവാനുള്ള സമർപ്പണവും ഒരുക്കവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഇരിക്കുന്ന ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും അവസരത്തിൽ സുവിശേഷത്തിന് വേണ്ടി മറ്റുള്ളവർ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു നഷ്ടമല്ല. പല സന്ദർഭങ്ങളിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആരെങ്കിലും സുവിശേഷ നിമിത്തം, യേശുവിന്റെ മാർഗ നിമിത്തം നമ്മെ കളിയാക്കി പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥമായ ഒരു ദൈവവേദിയുള്ള സന്തോഷമാണ്. വേദപുസ്തകം അതാണ് പറയുന്നത്, നിങ്ങളുടെ പേർ വിടക്ക് എന്ന് ചൊല്ലുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചിട്ടുള്ളുവീൻ എന്നാണ് കർത്താവ് തന്നെ പറയുന്നത്. അപ്പോൾ നമ്മുടെ മാർഗം എന്ന് പറയുന്നത് യേശുക്രിസ്തു സഹിച്ചതായ ഈ നിന്ദയുടെ മാർഗമാണ്. ആ മാർഗത്തിലൂടെ വേണം നാം ഓരോ ദിവസവും യാത്ര ചെയ്യുവാനായി. അതുകൊണ്ട് ഈ ഓൾഡ് റിലീജിയനുമായി, ഈ പഴയ മതവുമായി, പഴയ കവണന്റുമായി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു പുതിയ മാർഗം ദൈവം തുറന്നു തന്നിട്ടുണ്ട്. അത് യേശുവിന്റെ അടുക്കിലേക്ക് നാം പോകണം. ആ നിന്നെയും സഹിച്ചുകൊണ്ട് നാം പോകണം എന്നുള്ളതാണ്. ഈ എബ്രായ ലേഖനം ത്തിന്റെ ചുരുക്കം തന്നെ നാം പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ. പഴയ നിയമം എല്ലാം പറയുന്നത് വിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കലോട്ട് നിങ്ങൾ വരരുത്, നിങ്ങൾ അശുദ്ധരാണ്, ഇത്ര അകലം വേണം, ഇത് പർവ്വതം തൊടരുത്, തൊട്ടുപോയാൽ ഒരു മൃഗമാണെങ്കിലും അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. എന്നാൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പലയിടങ്ങളിലും വിളിച്ചു പറയുന്നത് എന്താണ്? എന്നോട് അടുത്തു വരുവേൻ. 10-ാം അധ്യായത്തിൽ പറയുകയാണ്, അതുകൊണ്ട് കരുണ ലഭിക്കുവാനും സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ഇല്ലുക. ആരാധനയ്ക്ക് വേണ്ടി, കൃപ പ്രാപിക്കുവാൻ വേണ്ടി, കരുണ ലഭിക്കുവാൻ വേണ്ടി ഏത് സമയം അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് എത്ര വലിയ പാതയാണ്, ശ്രേഷ്ഠമായ അനുഭവമാണ് തന്നിരിക്കുന്നത്. അങ്ങനെ ആരാധിച്ചുകൊണ്ട് സംതൃപ്തിപ്പെട്ടിരിക്കുവാനല്ല എന്നെ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്, വേർതിരിച്ചിരിക്കുന്നത്. പാളയത്തിന് പുറത്താണ് ക്രിസ്തുവിന്റെ സ്ഥാനം. അതുകൊണ്ട് അവന്റെ നിന്ന് വന്നുകൊണ്ട് അവന്റെ അടുക്കൽ പോകണം. യേശുവിനെ കുറിച്ച് നാം പറയണം. യേശുവിന് വേണ്ടി നിന്ന സഹിക്കണം, യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കണം. നാം പരകാര്യത്തിൽ ഇടപെടുന്നവരായിട്ടല്ല, മോഷ്ടാക്കളായിട്ടല്ല, കൊലപാതകരായിട്ടല്ല. എന്നാൽ സുവിശേഷ നിമിത്തം, യേശു കർത്താവ് നിമിത്തം നിന്ന സഹിക്കേണ്ടി വന്നാൽ, കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അത് ഭാഗ്യമാണ്. അതിൽ പരം ഭാഗ്യമൊന്നുമില്ല. കർത്താവിന് വേണ്ടി ചെയ്യുന്നതിനെല്ലാം നമുക്ക് പ്രതിഫലം ലഭിക്കും. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വേറൊരു പ്രതിഫലമുണ്ട്. നാം ഒന്നും ചെയ്തതല്ല, മറ്റുള്ളവർ നമുക്ക് ചെയ്തതുകൊണ്ട്. മറ്റുള്ളവർ നമ്മെ നിന്ദിച്ചതിനൊക്കെ ദൈവസഭയിൽ പ്രതിഫലം പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് നാം എണ്ണുവാനിടയായി തീരണം. മോശയുടെ ജീവിതം പോലും പറയാണ്, ക്രിസ്തുവിന്റെ നിന്ന വലിയ ഘനമെന്നെ. നമുക്ക് ജീവിതത്തിൽ അങ്ങനെ കഴിയുന്നുണ്ടോ? നമ്മുടെ തലകളെ ഉണക്കി നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. അനേക വർഷങ്ങൾക്ക് മുമ്പ് രാജു എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എഴുതിയതായ ഒരു പാട്ട് നമ്മൾ പാടാറുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: പളയത്തിൻ പുറത്തായി തന്നിന്ന ചുമന്നുകൊണ്ടേ സാക്ഷികളിൻ നടുവിൽ തീരായി ഗമിച്ചിടാമേ. പളയത്തിൻ പുറത്തായി തന്നിന്ന ചുമന്നുകൊണ്ടേ സാക്ഷികളിൻ നടുവിൽ തീരായി ഗമിച്ചിടാമേ. പാടുകളേറ്റ പാവനന്റെ പാപമില്ലാത്ത പരിശുദ്ധന്റെ പാതയെ നോക്കി ജീവിച്ചിടാ. പാരിടത്തിൽ പാർക്കുന്ന പാതയെ നോക്കി